ബെലറൂസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലൂക്കൻഷെങ്കോ രാജ്യതലസ്ഥാനമായ മിൻസ്കിലെ ലീപ്കി എയർഫീൽഡിലെ ദൊസാഫ് പരിശീലന കേന്ദ്രത്തിൽ സന്ദർശനം നടത്തി. കേന്ദ്രത്തിന്റെ നിലവിലെ ഘടനയും ചുമതലകൾ നിറവേറ്റുന്നതിന്റെ പുരോഗതിയും പ്രസിഡന്റ് അവലോകനം ചെയ്തു. രാജ്യത്തിന്റെ മോട്ടോർ സ്പോർട്, വ്യോമ പ്രതിരോധം, കായിക മേഖലകളിലെ വികസനം തുടങ്ങിയവയുടെ വികാസത്തിന് പരിശീലന കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഊർജിതമാക്കുന്നതിന്റെ പ്രാധാന്യം അദ്ദേഹം സന്ദർശകവേളയിൽ ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിന് ശേഷവും രാജ്യത്ത് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ മികച്ച നിലവാരത്തിൽ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്രത്തിലെ നിലവിൽ നടക്കുന്ന പരിശീലനങ്ങളെക്കുറിച്ചും മറ്റ് പുരോഗതികളെക്കുറിച്ചും അദ്ദേഹം പ്രതിരോധ മന്ത്രി വിക്ടർ കെനിനോട് ചോദിച്ചു മനസ്സിലാക്കി. മികച്ച രീതിയിലാണ് എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നതെന്നും 2017 മറ്റൊരിടത്ത് പ്രവർത്തിച്ചിരുന്ന കേന്ദ്രം ലീപ്കി എയർ ഫീൽഡിലേക്ക് മാറ്റാൻ എടുത്ത തീരുമാനം വളരെ മികച്ചതായിരുന്നു എന്നും പ്രതിരോധ മന്ത്രി പ്രസിഡന്റിന് മറുപടി നൽകി. 2025 കേന്ദ്രത്തിൽ പുതിയ ഷൂട്ടിംഗ് റേഞ്ച്, അഡ്വഞ്ചർ പാർക്ക്, വർക്കൗട്ട് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങൾ കേന്ദ്രത്തിൽ വികസിപ്പിക്കാൻ കഴിഞ്ഞെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ കേന്ദ്രം മാറ്റിയതിനു ശേഷം എല്ലാ പൈലറ്റുമാർക്കും മറ്റു ജീവനക്കാർക്കും പുതിയ തരം ഉപകരണങ്ങളിൽ പരിശീലനം നേടാൻ സാധിച്ചെന്നും രാജ്യത്തിൻ്റെ വ്യോമസേനയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പ്രസിഡന്റിനോട് പറഞ്ഞു. പ്രതിരോധ മന്ത്രിക്ക് മറുപടി നൽകിയ അലക്സാണ്ടർ ലൂക്കൻഷെങ്കോ എല്ലാം മികച്ച രീതിയിലാണ് കേന്ദ്രത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നതെന്നും റഷ്യക്കാർ ഉൾപ്പെടെ കേന്ദ്രത്തെ പ്രശംസിക്കുന്ന സാഹചര്യമുണ്ടായി എന്നും റഷ്യക്കാരെ ഇങ്ങോട്ടേക്ക് പരിശീലനത്തിന് സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം സന്ദർശനവേളയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ബെലറൂഷ്യൻ ബഹിരാകാശ യാത്രികരുടെയും യൂറി ഗഗാറിൻ ഉൾപ്പെടെയുള്ള ബഹിരാകാശ സഞ്ചാരികളുടെയും വ്യക്തിഗത വസ്തുക്കളുടെ ശേഖരവും സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രത്തിലെ മ്യൂസിയത്തിലും സന്ദർശനം നടത്തിയ അദ്ദേഹത്തിന് ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ യാത്രികനായ യൂറി ഗഗാറിൻ്റെ മരുമകളായ നതാലിയ ഗഗാറിനെ കേന്ദ്രത്തിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അതുല്യ വസ്തുക്കളെ പറ്റിയുള്ള വിവരങ്ങൾ പ്രസിഡന്റിനോട് വിശദീകരിച്ചു.